സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ടാം ശങ്കരാചാര്യകുഷ്ഠാം ദദതി കരുണയായേ പ്രൗഢഗംഭീരവാചാം രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹമിതി സാക്ഷാദാത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിന്വദാമജ്ജദാവാ പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം. രണ്ട് മാർഗമാണ് പൊതുവില് അധ്യാത്മരംഗത്ത് ഉള്ളത്. ഒന്ന് ഭക്തി, ഒന്ന് ജ്ഞാനം. ഭക്തി എന്നാൽ പ്രാണന്റെ വിക്ഷേപം, ജ്ഞാനം എന്നാൽ പ്രാണന്റെ അന്തർമുഖത. ആത്മാവിനെ അറിയണതിനെയാണ് ഭക്തി എന്ന് പറയണത്. ആത്മാവിനെ അറിഞ്ഞാൽ അതിന് ജ്ഞാനം എന്ന് പേര്. വഴി രണ്ടാണെങ്കിലും എത്തണത് ഒരേ ഒരു സ്പേസിൽ, ഒരേ ഒരു ആനന്ദസ്വരൂപത്തിൽ. ആചാര്യസ്വാമികൾ ഭക്തിക്ക് ഡെഫിനിഷൻ കൊടുത്തത് അങ്ങനെയാണ്: സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യഭിധീയത്തെ. സ്വസ്വരൂപത്തെ ആര് അനുസന്ധാനം ചെയ്തിരിക്കണോ അതിനെയാണ് ഹയർ പ്ലെയിനിലെ ഭക്തി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സെൽഫിഷ്. അത് സെൽഫിഷേ അല്ല. മറ്റു രീതിക്ക് നോക്കിയാലാണ് നമ്മൾ സെൽഫിഷായിരിക്കുന്നത്. കാരണം ഞാൻ, എൻ്റേത്, എന്നെ സംബന്ധിക്കണ ആളുകൾ, അതിനോടൊക്കെ ഞാൻ ചെയ്യണ പ്രിയം നാളെ സൈഡ് എഫക്റ്റഡ് ആയിട്ട് വരും. പല എഫക്റ്റും അതിലുണ്ടാവും. ദുഃഖമുണ്ടാവും. തന്നിൽ നിന്നും അന്യമായിട്ടൊരു പൊരുളിനെ അളവില്ലാതെ സ്നേഹിച്ചാൽ അതിന് ദുഃഖമാണ് ഫലം. അത് മക്കളായിക്കോട്ടെ, ശിഷ്യന്മാരായിക്കോട്ടെ, അച്ഛനമ്മമാരായിക്കോട്ടെ, ഗുരുക്കന്മാരായിക്കോട്ടെ, എല്ലാത്തിനെയും തന്നിൽ നിന്നും അന്യമായിട്ട് ആര് ദൃഷ്ടിയിൽ വയ്ക്കണോ അതെല്ലാം നാളത്തേക്കുള്ള കയ്പാണ്. പക്ഷേ അധ്യാത്മവിദ്യയെ ആദ്യം സ്വയമേവ തൻ്റെ സ്വരൂപത്തെ അറിയലെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് കയ്ക്കും. പക്ഷെ പറ്റില്ല നമുക്ക്. ആദ്യം ഇതൊക്കെ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ കുറച്ച് കയ്ക്കും. എന്താന്ന് വെച്ചാൽ നമ്മൾ വിഷം തിന്ന് പഴകിയിരിക്കുകയാണ്. എന്താ വിഷം എന്ന് വെച്ചാൽ ഞാൻ, എൻ്റേത്, എക്സ്റ്റേണൽ എക്സ്ട്രാക്ട്സ് ഒക്കെ നമ്മൾ, അല്ലെ, എക്സ്റ്റേണലി കിട്ടുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ ആശ്രയിച്ചിരിക്കും തോറും എന്താ ഫലം? ഈ അധ്യാത്മവിദ്യ നമുക്ക് കുറച്ചു പുളിക്കും, കുറച്ച് ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും, കുറച്ച് കയ്ക്കും. നെല്ലിക്ക പോലെയാണ് അത്ര. അതുകൊണ്ടാണ് ഭഗവാൻ ഹസ്താമലകി എന്ന് പേര് വെച്ചത്. ആദ്യമൊക്കെ ആരിത് കേട്ടാലും മധുരിക്കില്ല, പിന്നെ ആലോചിക്കുമ്പോൾ വലിയ മധുരമാണത്. അപ്പൊ ആദ്യത്തെ മാർഗത്തെയാണ് ഭഗവാൻ 14 ശ്ലോകത്തിലൂടെയും പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. പ്രാണനെ അടക്കുക. ഇതൊക്കെ ഒരു ഉപായമാണ്. പ്രാണനെ അടക്കുക, മനസ്സിൻ്റെ ചിത്തവൃത്തികളെ അടക്കുക.
ശമ, ദമ, ഉപരതി, തിതീക്ഷ, ഇതെല്ലാം പ്രയോഗിച്ച് ശനൈഹി ഉപരതിഹി പതുക്കെ നമ്മൾ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തും. ഇവിടെ ഭഗവാന്റെ ടീച്ചിങ് പറയാണ് ഡയറക്റ്റ് പാത്ത്. അമൃതസ്യ യേശ സേതുഹു. ഡയറക്റ്റ് പാത്ത്. ഏതാ ഡയറക്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ മാനസം തുക്കിം. മറ്റതൊക്കെ ഒരു വളഞ്ഞ വഴിയാണ്. ഉപാസന ഒക്കെ വളഞ്ഞ വഴിയിലൂടെ ഒരേ ഒരു സ്ഥാനത്തേക്ക് വന്നെത്തും. വി കനോട്ട് എസ്കേപ്പ് ഫ്രം ദാറ്റ്. ഈ ഒരു സ്ഥാനത്ത് നിന്ന് നമുക്ക് എസ്കേപ്പ് ആവാനേ പറ്റില്ല. ഇവിടെ നമ്മൾ എത്തിപ്പെടും. ഞാൻ ആര്, എൻ്റെ സ്വരൂപം എന്ത്, ഇതിൽ എത്തിപ്പെടാതെ ആർക്കും എസ്കേപ്പ് ആവാനേ പറ്റില്ല. ഇതൊരു ഡയറക്റ്റ് പാത്താണ്. മാനസം തുക്കിം മാർഗണേ കൃത്തെ. ഈ മനസ്സ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ഈ മനസ്സിന്റെ സ്വരൂപം എന്ത് എന്ന് ഉള്ളിൽ ആരാഞ്ഞു നോക്കല്. ആരായുകിൽ അലയും നീരായിടും ഭണവും നാരായിടും കുടവും പാരായിടും. നാരായണ ഗുരുസ്വാമിയുടെ അത്ഭുതമായ ഒരു കൃതി. ആരായുകിൽ അലയും നീരായിടും. അലയോ തിരയോ, തിരയും നീലായിടും. തിരായിട്ട് നിൽക്കുന്നത്, കുമിളയായിട്ട് നിൽക്കുന്നത് ഒക്കെ എന്താണ്? ഒരേ ഒരു ജലം, ഒരേ ഒരു ജലരാശി. അതിനെയാണ് പല നാമം രൂപമായിട്ടൊക്കെ നമ്മൾ കാണുന്നത്. അതിനെ ആരാഞ്ഞു നോക്കിയാൽ എന്താ ഉള്ളത്? അന്യമില്ലാത്ത പൊരുൾ ജലമാണ്. പെട്ടെന്ന് ഒരു കയറിൽ പാമ്പിനെ കാണുന്നു, എന്തൊക്കെയോ തോട്ട്സ് വരണു അല്ലേ? ധാരാളം ചിത്തവൃത്തികളൊക്കെ പൊങ്ങി വരണം. ഇതെന്നെ കടിക്കാൻ വരുമോ? ഇത് എവിടെയാ ഉള്ളതാണ്? ഇത് നമ്മുടെ വീട്ടിൽ വരുമോ? ഇത് ഏത് ഇനം പാമ്പാണ്? വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ? ഒരു 100 തോട്ട്സ് വരും. അതേ സമയത്ത് അതൊരു കയറാണെങ്കിൽ there is ഒരു തോട്ട് കൂടെ ഉണ്ടാവും തോന്നണില്ല. അത് നമ്മൾ വലിയ വില കൊടുക്കുകയില്ല അല്ലേ? അപ്പൊ കയറ് എന്ന് പറഞ്ഞൊരു വസ്തുവിനെ അറിയാതെ നമ്മൾ എന്തൊക്കെയോ അധ്യാസം അല്ലെ, എന്തൊക്കെയോ ആരോപിച്ചു. നമ്മൾ അതിൽ പാമ്പിനെ ആരോപിച്ചു, ഭയന്നു. അത് കടിക്കാൻ വരുമോ എന്ന് ആലോചിച്ചു, ഭയന്നു. ഇത് ഏത് തരത്തിലുള്ള ഇനമാണെന്ന് ആലോചിച്ചു, ഭയന്നു. ഓരോ തോട്ട്സും നമുക്ക് ഭയത്തെ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോ അത് കയറെന്ന് അറിഞ്ഞോ, there is no suffering. പഴുതயை പാമ്പെன்ற பயம் போனால் அழுது உடம்பை ആട്ടിഹിനിമാമോ. ഒരു സിദ്ധൻ ചോദിക്കുകയാണ്, കയറില് പാമ്പ് എന്നുള്ള ഭയം പോയി കഴിഞ്ഞാൽ, ഇത് കയറെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചു മുമ്പേ നീ ഭയപ്പെട്ടതുപോലെ നിനക്ക് ഭയപ്പെടാൻ പറ്റുമോ? ഇല്ല. അഴുത് ഉടമ്പൈ ആട്ടിഹിനിമാമോ. സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്രത്തോളം അയാളെ കയറ് കൊണ്ട് കാണിച്ചാലും അയാൾക്ക് പേടിയേ വരില്ല, ഭയമേ വരില്ല. അപ്പോ ആരായുകിൽ, അതിനെ ആരാഞ്ഞു നോക്കുക. മനസ്സ് എവിടെ നിന്ന് വന്നു, എവിടെ നിന്ന് പൊങ്ങി വരണു, എവിടെ നിന്നാണ് ഈ ചിത്തവൃത്തി വരണത്? കുറച്ചു നേരത്തെ നമ്മൾ ഡീപ്പ് സ്ലീപ്പിൽ, നല്ല ഉറക്ക ടൈമില് ഒരു കുഴപ്പമില്ലാതിരുന്നു. എണീറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് കോഫി വേണം, ഫുഡ് വേണം, അത് വേണം, ഇത് വേണം, പണം തരാനുള്ളവരെ കുറിച്ച് ചിന്ത, പലതരത്തിലുള്ള ചിന്ത വരണം. ഉറങ്ങിക്കിടന്നപ്പോൾ സർവ്വ ചിന്തകളും അസ്തമിച്ച് സുഖാനുഭവത്തിൽ നമ്മളിരുന്നു. അപ്പൊ എവിടുന്ന് വന്നു ആ സുഖം? ഏതാണ് ആ സുഖത്തിന്റെ സ്രോതസ്? സുഖം നമ്മുടെ സ്വരൂപമാണ്. സുഖത്തിന് ഐ ഡോണ്ട് നീഡ് എനി ഒബ്ജക്ട്സ്. എനിക്ക് ഒരു ഒബ്ജക്ട്സും എക്സ്റ്റേണലി എനിക്ക് ആവശ്യമേ ഇല്ല സുഖാനുഭവത്തിന്. ഉണർന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സുഖം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ദുഃഖം ആകുന്ന ആവരണം കൊണ്ട് മൂടിയിരിക്കുന്നത് വിഷയങ്ങളാകുന്ന, നമ്മുടെ സ്വാമിയുടെ ഒരു കൃതി തന്നെ ഉണ്ട്, ന വിഷം വിഷയാത് തീവ്രം. ഒരു വിഷവും വിഷയത്തിന്റെ അത്ര തീവ്രമൊന്നുമല്ല. വിഷയം കണ്ടാലേ പ്രോബ്ലമാണ്.
വിഷം കുടിച്ചാലേ ഉള്ളൂ പ്രോബ്ലം. അത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അടുത്തിരുന്നു, എൻ്റെ തൊട്ടടുത്ത് വെച്ചിരുന്നാലും പ്രോബ്ലം ഇല്ല. എപ്പോൾ വിഷം നമ്മൾ ഉള്ളിൽ എടുത്താലേ പ്രോബ്ലം ആവണുള്ളൂ. പക്ഷെ വിഷയം എന്ന് പറയണത് കണ്ണുകൊണ്ട് കാണുന്നത്, കാതുകൊണ്ട് കേൾക്കണത്, മൂക്കുകൊണ്ട് മണക്കണത്, നാക്കുകൊണ്ട് രുചിക്കണത്, ഇതെല്ലാം കണ്ടാൽ തന്നെ പ്രസന്റിൽ നമ്മുടെ തൊട്ട് മുമ്പിൽ കണ്ടാൽ തന്നെ അത് വലിയ വിഷയമാണ്, വലിയ രീതിയിൽ ബാധിക്കണു, ഉള്ളിലെടുക്കണു ബാധ. അപ്പോൾ അതിനെ ആരാഞ്ഞ് നോക്കുക, എവിടെ നിന്ന് വന്നു ഈ മനസ്സ്? ഡീപ്പ് സ്ലീപ്പിൽ മനസ്സ് എവിടെ പോയി ലയിച്ചു? ഈ മനസ്സിന്റെ സ്വരൂപം എന്ത്? ഇതെവിടെ നിന്നാ വന്നത്? അല്ലേ, ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ വந்த വഴിക്കേ പോ, തപസ് പണ്ണനമാ വந்த വഴിക്കേ പോ. വந்த വഴിക്കേ പോ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ ഈ തോട്ട് വന്നത്, where the question arises, the arising point, center itself is the answer. സ്പിരിച്വൽ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ആൻസർ ഉള്ളിൽ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. ക്വസ്റ്റ്യൻ മാത്രം ഫ്രണ്ടിൽ വരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായോ ആൻസർ ഉണ്ടായോ? ആദ്യം ക്വസ്റ്റ്യൻ ആണോ ഉണ്ടായത്, ആൻസർ ആണോ ഉണ്ടായത്? നോക്കൂ, എല്ലാ ക്വസ്റ്റ്യൻ ഈസ് ബേസ്ഡ് ഓൺ ആൻസർ. എല്ലാ ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത് ഒരേ ആൻസറിനേക്ക് വേണ്ടിയിട്ടാണ്. ആത്മം നിത്യമുക്തമാണ്, ശാന്തമാണ്, അദ്വൈതമാണ്, ശിവമാണ്, ഒക്കെ എല്ലാവർക്കും കേട്ട് നല്ല പരിചയമുണ്ട്. എന്തുകൊണ്ട് എന്ന് ക്വസ്റ്റ്യൻ വരണത് എവിടെ നിന്നാണ്? ആ സെന്ററിൽ നിന്നാണ്. യു ഹാവ് ടു നോ ദാറ്റ് സെന്റർ, ദി ക്വസ്റ്റ്യൻ വിൽ ഗോ, ദ ഡൗട്ട് വിൽ ബി ക്ലിയർഡ്. വിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ച അസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരെ. എപ്പോ ആ പൊരുളിനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു, ആരാഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞുവോ, അതിന് വേദം വേണമെന്നില്ല, ശാസ്ത്രം വേണമെന്നില്ല, എല്ലാം ഒരു ദേശികമാണ്, ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന മാപ്പാണ്. ഗുരു പോലും ദേശികം എന്നാണ് പറയണത്. He only do make you to understand. ഗുരു എപ്പോഴും ഉപദേശിക്കണു, ഉപദേശിച്ചതേ, ആ വസ്തുവിനെ കാണിച്ചു തരണു, അത്രേ ഉള്ളൂ. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. നമ്മൾ തന്നെ കണ്ടെത്തണം ആ സ്പേസ് ഏതാണ്. ഉള്ളിൽ ആരാഞ്ഞുകൊണ്ട് മാനസം തുക്കിം മാർഗണേ കൃത്, അങ്ങനെ ആരാഞ്ഞ് നോക്കിയ മഹർഷി പറഞ്ഞു ആസാമിയെ കാണും. ഉള്ളി തൊലിച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ ഒന്നുമേ ഇല്ല. ഇത്ര നേരം എന്തിനാ തൊലിച്ചുകൊണ്ടിരുന്നത്? ഒന്നും ഇല്ലാത്ത വസ്തു, ശൂന്യം. മനത് എന്നത് ഒന്നില്ലേ ഉൻ തീപ്പര. മനസ്സെന്ന് പറയണത് ഒന്നില്ല, ഒരു മഹാവാക്യം. ഭഗവാനോട് വരുമ്പോഴൊക്കെ ഭഗവാൻ പറഞ്ഞു, വേർ ഈസ് യുവർ മൈൻഡ്, യു ഷോ യുവർ മൈൻഡ്. എത്ര നേരത്തേക്ക് മനസ്സിലെ ഈ താപം നിൽക്കും? നമ്മൾ ഇതിനെ ചുമന്നുകൊണ്ട് പോകണു അല്ലേ? ഈ മനസ്സ് എന്ത് ചെയ്യണു? ഒരു താപം എന്നാൽ അതിനെ ചുമന്നുകൊണ്ട് പോകും, ഒരു സന്തോഷം എന്നാൽ അതിനെ ചുമന്നുകൊണ്ട് പോകാൻ നോക്കണം. പക്ഷെ ഇറ്റ് വിൽ നോട്ട് എക്സിസ്റ്റ്. ദർ ഇസ് നോ എക്സിസ്റ്റൻസ്. എത്രയോ ദുഃഖം അനുഭവിച്ചാണ് നമ്മൾ വന്നിരിക്കുന്നത്. എത്ര ദുഃഖം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റിൽ എത്തിയിരിക്കുന്നത്. അന്നത്തെ ദുഃഖമൊക്കെ ഇന്ന് ആലോചിക്കാൻ കൂടെ ഇല്ല, മെമ്മറിയിൽ കൂടെ ഇല്ല. ഇതെല്ലാം കടന്നുപോയി. പുതിയ ദുഃഖം വന്നുകൊണ്ടിരിക്കുന്നു, പുതിയ സന്തോഷം വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ജീവിതം. അപ്പൊ അതൊക്കെ ശാശ്വതമല്ലാത്തതാണ്. അതേ ടൈമില് അനുഭവം മാത്രമായിട്ടിരുന്ന പൊരുള് അന്നുമുണ്ട്, ഇന്നുമുണ്ട്, ഇപ്പോഴും ഉണ്ട്, നാളേക്കും ഉണ്ട്. മനസ്സ്, അന്നത്തെ മനസ്സ് ഇന്നില്ല, അന്നത്തെ ശരീരവും ഇന്നില്ല. അന്ന് എന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യോ ആ സാമാനം കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവുമോ എന്നറിയില്ല. പക്ഷേ ആരതിൻ്റെ പിന്നാലെ സ്ക്രീനായിട്ടിരുന്നുവോ, അത് അന്നുമുണ്ട്, ഇന്നുമുണ്ട്, നാളെയുണ്ട്, ഇനി ഇരിക്കാൻ പോണതും അത് മാത്രമേ ഉള്ളൂ. അജഹ നിത്യം ശാശ്വതം പുരാണ
നഹന്യതേ ഹന്യമാനേ ശരീരേ. ഗീതയിൽ ഭഗവാൻ ഉപദേശിക്കുന്നത് അജനാണ്, ജനിച്ചിട്ടില്ലാത്ത പൊരുളാണ്, നിത്യം ഉള്ള പൊരുൾ. ഇതിന് ജനന മരണമേ ഇല്ല, ശാശ്വതമാണ്. പുരാണം മുന്നം പഴംപൊരുളുക്കു മുന്നേ പഴംപൊരുളേ. ഭഗവാൻ ഒരു നാമമാണ്, പഴംപൊരുൾ, പഴയ സാമാനം. പക്ഷേ പുരാണം എന്ന് പറഞ്ഞാൽ പുരാ അപി നവം, പുതിയതുപോലെ ഇരിക്കണം. അപ്പൊ ആരാഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നൈവമാനസം, ദർ ഇസ് നോ മൈൻഡ്, മാർഗ ആർജവാത്, മാർഗം ഫ്രണ്ടിൽ തെളിഞ്ഞു വരണം, പ്രകാശം പതുക്കെ പതുക്കെ അടിച്ചു വരണം അല്ലേ. ദീപം ഇരിക്കുന്നിടത്തേക്ക് നമ്മൾ പോയാൽ പ്രകാശം വർദ്ധിച്ചുകൊണ്ട്, എപ്പോൾ ദീപത്തിൽ നിന്നും വിട്ടുപോയിക്കൊണ്ടിരിക്കണോ അന്ധകാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഉള്ളിൽ ആത്മജ്യോതി ഉള്ളിൽ കത്തിയിരിക്കണം, ഷൂത് കൊണ്ട് മറച്ചിരിക്കണോ അത്രേ. ഭഗവാൻ അക്ഷരമണമാലയിൽ പറയണേ, ഷൂതുഷൈതെന്നെ ചോദിയാതിനിയൂൺ ജ്യോതി ഉരുക്കാട്ട് അരുണാചല. ഷൂതു ചെയ്ത് എന്താ ചൂത് എന്ന് പറഞ്ഞാൽ ഈ മായ, ഈ മനസ്സാണ് ഒരു ചൂത്. ഇത് വെളിയിൽ പല വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സ്പിരിച്വാലിറ്റിയിൽ വന്നവർ കൂടെയും വെളിയിൽ എന്തൊക്കെയോ സീക്ക് ചെയ്യണു, വെളിയിൽ എന്തൊക്കെയോ നല്ലത് കേൾക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബട്ട് ദർ ഈസ് നോട്ട് അറ്റ് ഓൾ എക്സ്റ്റേണൽ പീസ് വി വിൽ എക്സ്പീരിയൻസ് ഇൻ സ്പിരിച്വൽ ലൈഫ്. എക്സ്റ്റേണൽ പീസേ അല്ല ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ രമണ മഹർഷിയെ നോക്കിയാൽ ഇപ്പോൾ ഒരാളടുത്ത് നമ്മുടെ സ്വാമി പറഞ്ഞ കഥയാണ്. സ്വാമി സത്സംഗത്തിൽ പറയാണ്, 17 വയസ്സിൽ ആ കുട്ടിക്ക് പൂർണ്ണത വന്നിട്ട് വീടും കുടുംബവും ഒക്കെ വിട്ടിട്ട് തിരുവണ്ണാമലയ്ക്ക് പോയി. അപ്പോൾ അടുത്തിരുന്ന ഒരാൾ പറയണേ, പാവം. നോക്കൂ, നമ്മൾ കാണുന്ന കണ്ണ് ഏതാ? എക്സ്റ്റേണൽ സുഖത്തെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഭഗവാൻ പറയണു, ആവി ഉടൽ കൊണ്ടായി എനക്കോർ കുറയുണ്ടോ, അണ്ണാമലയായി അടിയേനെ ആണ്ട അൻഡ്രേൻ ആവി ഉടൽ കൊണ്ടായി, എൻ്റെ ശരീരം മനസ്സിനെ ഒക്കെ എടുത്തുകൊണ്ട് പോയി. എനക്കോർ കുറയുണ്ടോ, എനിക്ക് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല. കാതൽ പെരുക്കേ തരുവായി, ഉള്ളില് ആനന്ദം മാത്രം തന്നു, പ്രിയം മാത്രം തന്നു, സർവജീവനോടും പ്രിയം. അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് പോയാൽ ആ സംബോധനയൊക്കെ വളരെ പ്രിയമായിട്ടായിരിക്കും. എല്ലാത്തിനും നാച്ചുറലി ഭഗവാൻ കണ്ടു. ഏതോ വലിയ സ്വാമിയാണ്, മഠാധിപതിയാണ് എന്നുള്ള ഭാവമൊന്നുമില്ല. ഇൻഫാക്ട് സ്വാമി സന്യാസം കൂടെ എടുത്തിട്ടില്ല. സന്യാസത്തിനെ കുറിച്ച് കാവ്യകണ്ഠ ഗണപതി മുനി മഹർഷിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ മഹർഷി പറഞ്ഞത്, തുരീയാശ്രമം കാലേ സ്വയമേവ ഭവിഷ്യത്തി. തുരീയാശ്രമം പറയണത് കാലേ, ഈ കാലത്തിൽ സ്വയമേവ ഭവിഷ്യതി. ഒരു മാങ്ങ പഴുത്ത് 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 പഴുത്തില്ലേ, ടേസ്റ്റ് കുറഞ്ഞിരിക്കും, പുളിപ്പ് പതുക്കെ ടേസ്റ്റായി ഘനാമൃതമായിട്ടുള്ള ഒരു ടേസ്റ്റ്, ഗളിതം ഫലം. അങ്ങനെ ഒരു പഴുത്തു വീണ പഴം പോലെ എസെൻസ്ഫുൾ, ഫുള്ളി എസെൻസ്. അതാണ് ഉപദേശസാരം ഫുള്ളി എസെൻസ് ആണ്. ഇപ്പൊ മുരുകനാർ സ്വാമി ഭഗവാന്റെ തന്നെ പാർശ്വപദന്മാരിൽ പ്രമുഖനായിട്ടുള്ള നല്ല കവിത്വമുള്ള ആള്, നല്ല തമിഴ് പണ്ഡിതൻ. ഒരു നാளைക്ക് നവരാത്രി പൂജ, ധാരാളം വേദപുസ്തകങ്ങളും എല്ലാ കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു ദേവിയുടെ ഫോട്ടോ എല്ലാം വെച്ചിട്ട് പുഷ്പമിട്ട് പ്രാർത്ഥന പൂജ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ ഇങ്ങനെ ശാന്തചിത്തനായിട്ട് പ്രശാന്തമായിട്ടിരിക്കുന്നു. മുരുകനാർ സ്വാമി വന്നിട്ട് ഭഗവാനെ നോക്കി, പുസ്തകത്തെ നോക്കിയിട്ട് പറയാണ്, നല്ല പഴത്തിൻ്റെ ചാറ പിഴിഞ്ഞെടുത്ത് ഒരു ഗ്ലാസ്സിലിട്ട് വച്ചിട്ട് ചണ്ടിയിൽ പൂവെടുത്തിട്ടുകൊണ്ടിരിക്കുന്നു. ചണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേസ്റ്റിൽ കൊണ്ട് പൂവിട്ടുകൊണ്ടിരിക്കുന്നു. ആ വേദം പുസ്തകത്തിൻ്റെ സാരവത്തായിട്ട് ഭഗവാൻ അവിടെ ഇരിപ്പുണ്ട്. തൊട്ടടുത്ത് ഒരു ചണ്ടി, ഇതെല്ലാം ചണ്ടി എന്ന് തന്നെ പറഞ്ഞത്. ചണ്ടി എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത വേസ്റ്റ് അല്ലെ, വേദം തന്നെ പറയണോ നിരൂപണത്തിന്. തത്ര പരാ ഋഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദ ശിക്ഷാ കൽപ്പോ വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി.
അവിദ്യയുടെ ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തു. നമ്മൾ കരുതും ഈ സിനിമ കാണുന്നത്, വീട്ടിൽ പോകണം, അവിടെ പോണത്, ഇവിടെ പോണത്, ബന്ധുജനങ്ങൾ, അത് ഇതൊക്കെയാണ് അവിദ്യ എന്ന് വിചാരിക്കും. സ്പിരിച്വലില് ഫസ്റ്റ് കാലെടുത്ത് വെച്ചത് വേദമേ പറഞ്ഞ് അഴിച്ചു കാട്ടുകയാണ്. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 4 വേദം അവിദ്യ, 6 അംഗങ്ങൾ, വേദത്തിന്റെ അംഗങ്ങളായിരിക്കണം 4 അംഗങ്ങളും അവിദ്യ. പിന്നെ എന്താ വിദ്യ എന്ന് പറഞ്ഞാൽ അതഃപരായയാ തദക്ഷരം അധിഗമ്യത്തെ. എല്ലാ പുസ്തകങ്ങളും വേദങ്ങളും ഒക്കെ ഏതൊരു അനുഭവത്തെയാണോ സൂചിപ്പിക്കുന്നത്, ദാറ്റ് അനുഭവം ഇറ്റ്സെൽഫ് ഈസ് പരാവിദ്യ. പരാവിദ്യ, ദാറ്റ് ഈസ് അനുഭവം. തദക്ഷരം, ക്ഷയിക്കാത്തത്. ബാക്കിയതെല്ലാം ക്ഷയിച്ചു പോകും. കാലക്രമേണ എല്ലാം പോയി പോകും, എല്ലാം പോകും. ഇപ്പൊ തന്നെ എത്രയോ അടുത്ത് വേദം സംരക്ഷിക്കപ്പെടേണ്ടടുത്തൊന്നും സംരക്ഷിക്കപ്പെടണില്ല. എല്ലാം പോയിക്കൊണ്ടേയിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. ദിനം പ്രതി ദിനം എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അർജൻസി, വി ഹാവ് ടു നീഡ് അർജൻസി. അല്ലാതെ വേദം പഠിച്ചുകൊണ്ട് എന്താ ഫലം? ഒന്നുമില്ല. നമ്മുടെ വിശ്വനാഥൻ മാമ സ്വാമിയുടെ കൂടെ 25 വർഷം ഇരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിശ്വനാഥൻ മാമയുടെ അടുത്ത് പോയപ്പോൾ മാമ ഒരു കഥ പറഞ്ഞു. ഒരു കുട്ടി, അദ്ദേഹത്തിന് വേദം പഠിക്കണം, ഇത് പഠിക്കണം ഒക്കെ ആശ. അങ്ങനെ ഒരു സ്വാമിയാരടുത്ത് പോയി. അപ്പൊ സ്വാമിയാർ പറഞ്ഞു, ഇതൊന്നും നിനക്ക് ആവശ്യമില്ല, ശാന്തമായിട്ട് ഇരിക്കാൻ നോക്കൂ, മനസ്സില്ലാതെ ഇരിക്കാൻ നോക്കൂ, വിചാരം ചെയ്ത് നോക്കൂ. ഇത് ഒരു മന്ത്രം, ഈ മന്ത്രത്തെ നിത്യനിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു മന്ത്രത്തെ കൊടുത്തപ്പോൾ ഒരു 5 അഷ്ടാക്ഷരമോ ഏതോ കൊടുത്തു. ഈ മന്ത്രം കിട്ടിയപ്പോൾ ഈ മന്ത്രം അത്ര പോരാ അല്ലേ, ചെറിയ ബീജാക്ഷരം ഇത്രയല്ലേ ഉള്ളൂ. പവർ നമുക്കറിയില്ല അല്ലേ. ചെറിയൊരു ബീജമാണ് വലിയൊരു വടവൃക്ഷമായിട്ട് മാറുന്നത്. അതിൻ്റെ എസൻസോ അതിൻ്റെ പവറോ നമുക്കറിയില്ല. നമുക്ക് പടർന്ന് പന്തലിച്ചിരിക്കുന്നത്, മുൻനിലൈ പടർക്കൈ, പടർന്ന് പന്തലിച്ചിരിക്കുന്നത് മാത്രം മതി. അപ്പോൾ ഇത് കൊടുത്തപ്പോൾ ഈ കുട്ടിക്ക് അത്ര ദഹിച്ചില്ല. ശാസ്ത്രം പഠിക്കണം, വേദം പഠിക്കണം. വലിയൊരു ശാസ്ത്രജ്ഞാനൻ്റെ അടുത്ത് പോയിട്ട്, ശാസ്ത്രവിത്തിൻ്റെ അടുത്ത് പോയിട്ട് ശാസ്ത്രം പഠിച്ചു, വേദം പഠിച്ചു. എത്രയോ വർഷം, 10-12 വർഷം വേദാധ്യയനം ഒക്കെ നടന്നു. എല്ലാം കഴിഞ്ഞു, പഠിച്ച് പച്ചവെള്ളം പോലെ പഠിച്ചു വെച്ചു, അർത്ഥമൊക്കെ ആഗ്രഹിച്ചു. എല്ലാം കഴിഞ്ഞിട്ടും ഇയാൾക്ക് ശാന്തി വരണില്ല. അപ്പൊ ഗുരുവിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, അല്ല ഇത്രയും ഞാൻ പഠിച്ചു, വേറെ അർത്ഥമൊക്കെ ഞാൻ ഗ്രഹിച്ചു, അന്വയിച്ചു, പഠിച്ചു, എല്ലാം ചെയ്തു, ശാന്തി വരണില്ലല്ലോ. അപ്പോൾ ആ ഗുരു പറഞ്ഞു, ശാന്തി വരണില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു മന്ത്രജപമോ ഉപാസനയോ എന്ന് പറഞ്ഞിട്ട്, അന്ന് 12 വർഷം മുമ്പ് ഒരു സ്വാമിയാർ കൊടുത്ത മന്ത്രത്തെ ഈ ആൾ കൊടുത്തു അത്ര. അപ്പൊ ഇദ്ദേഹം അപ്പോഴാണ് ആലോചിച്ചത്, അപ്പോ അന്ന് ആ മന്ത്രത്തിലൂടെ കിട്ടേണ്ട എനിക്കിതാണ്. പക്ഷെ നമ്മുടെ ബുദ്ധി എന്താ, ഇത് പഠിച്ച് ഇങ്ങനെ പഠിച്ച് ഇത്ര കാലം അഭ്യാസം ചെയ്ത് ഇത്ര കാലം വേദം പഠിച്ച് ഇതിന് ശേഷം ഭഗവാൻ എന്ത് പഠിച്ചു? വേദം. ഭഗവാൻ എന്താ അനുഭവം വന്നെന്ന് കൂടെ രംഗൻ എന്ന് പറഞ്ഞ് ഭഗവാന്റെ സുഹൃത്തിനോട് പറയണം, എനിക്ക് എന്താ അനുഭവം വന്നെന്ന് കൂടെ എനിക്കറിയില്ല. ഏത് അനുഭവമാണോ എനിക്ക് വന്നത് കൂടെ അറിയില്ല. ഏതൊരു സുഖമായിട്ടുള്ളൊരു അസുഖം വന്നു എന്ന് വിചാരിച്ചു അത്രേ. അതിനുശേഷം ആരൊക്കെയോ വന്ന് അടുത്തിരുന്ന് ശാസ്ത്രങ്ങളും ഒക്കെ പഴനിസ്വാമിയും ഒക്കെ പറയുന്ന സമയത്താണ് മനസ്സിലായത്, എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന ആ സുഖാനുഭവമാണോ എനിക്ക് വന്നത്. ബ്രഹ്മം എന്ന പേര് കൂടെ അറിയില്ല, ഒന്നും കേട്ടിട്ടില്ല. എന്താ പക്വമായപ്പോഴ് മനനത്തിലൂടെ മാനസം തുക്കിം മാർഗണേ കൃത്തെ നൈവമാനസം മാർഗാർജവാത്. മനസ്സിന് ഇതെവിടെ നിന്ന് തോന്നണോ ഈ ഭയം, മരണാനുഭവം വന്നു. ഈ മരണാനുഭവം എങ്ങനെ വന്നു, ആർക്കുണ്ടായി എന്ന് ആരാഞ്ഞ് ഉള്ളിലേക്ക് തിരിഞ്ഞ് നോക്കിയ സമയത്ത് there is no one. ശരീരം കൂടെ എൻ്റേതല്ല, പിന്നെ ആർക്കാ മരണം? ഞാൻ ശുദ്ധ ചൈതന്യമാണ്. മാർഗാർജവാത്, മാർഗം നേര്, മാർഗം നേരാർക്കും ഇത് ഉന്തീപ്പറ. ആ മനസ്സങ്ങോട്ട് പോയപ്പോ മാർഗം ഉള്ളിൽ ഫ്രണ്ടില് സുസ്പഷ്ടമായിട്ടിരിക്കണു. അപ്പോൾ മനസ്സിൻ്റെ ഉദ്ഭവം എവിടെയെന്ന് നമ്മൾ ചിന്തിച്ച് പോയാൽ ഉള്ളില് ആ ചൈതന്യത്തിലേക്ക് നമ്മൾ ചെന്നെത്തും. അതാണ് ഈ ഭഗവാൻ ഒരു ഡയറക്റ്റ് പാത്ത് നമ്മുടെ മുന്നിൽ വയ്ക്കണം. തുടർന്ന് നമുക്ക് നാളെ കാണാം.
അരുണാചല ശിവ, അരുണാചല